അറബിയിൽ നിന്ന് അതാ സൗദി അറേബ്യയിൽ വിളിച്ച നേരത്തെ തന്നെ മടവൂർ കയറി വരുന്നു, കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നു, ജയിലധികാരികളുമായി സംസാരിക്കുന്നു, നിരപരാധിത്വം വെളിപ്പെടുത്തുന്നു, ജയിലിൽ നിന്ന് പുറത്തേക്ക് വിടുന്നു. ഇത് പറയുന്നത് ഏതെങ്കിലും സാധാരണ ഏതെങ്കിലും ഉമ്മാമക്കഥകളാണെങ്കിൽ, കേട്ടുകേൾവിയാണെങ്കിൽ നിഷേധിക്കാമായിരുന്നു. ഉത്തരവാദപ്പെട്ടവര് മുസ്ലിയാര്, അയാൾ CM മടവൂരിന്റെ പോരിശ പറയുന്ന മജ്‌ലിസിൽ വെച്ചിട്ട് ഈ കള്ളം പറയുന്നത് ഈ വിശ്വാസരംഗത്തുള്ള ഏറ്റവും ഈ സമുദായം എത്തിപ്പെട്ടിട്ടുള്ള അധപ്പതനത്തിന്റെ ആഴം നിങ്ങൾക്ക് ബോധ്യമാകാൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോ. സൗദി അറേബ്യയിലെ ജയിലിൽ അകപ്പെട്ട മനുഷ്യൻ CMനെ വിളിച്ചപ്പോ CM അവിടെ ഓടിയെത്തുന്നു, കൂട്ടിക്കൊണ്ടുപോയി രക്ഷപ്പെടുത്തി. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ സമുദായം എവിടേക്കാ എത്തി നിൽക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദീന്, ആ ദീന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത ആ ദീനിലെ ആ ദീന് പൂർത്തിയാക്കി തന്ന് ഇസ്ലാമിന്റെ സുന്ദരമായ അഖീദകളൊക്കെ വളരെ കൃത്യമായി വിശദീകരിച്ചു പോയ പുന്നാര റസൂലിന്റെ സ്നേഹിക്കുന്നു എന്നവകാശപ്പെടുന്ന കക്ഷികൾ എന്തൊക്കെയാണ് ഈ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നത് എന്ന അപകടമൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ആ പറയുന്ന കഥയും മുസ്ലിയാരെയും ഒന്ന് കേൾക്കുകയും കാണുകയും ചെയ്തോളൂ. വെള്ളിമാട് എന്നുള്ള ഒരു വീരാനാജി ഒരിക്കൽ എന്നോട് ശിരവള്ളി എന്ന് പറയണ്ടേ, മോനെ ഇത് ആരായി കിടക്കുന്ന എനിക്കറിയോ, ഈ മഹാനായ മടവൂരിനെ ഇങ്ങനെ അറിയോ എന്ന് ചോദിച്ചിട്ട് ഈ വീരാനാജി മരിച്ചുപോയി. അദ്ദേഹം എന്നോട് പറയാണ്, ഞാൻ പിന്നെ മക്കത്ത് സൗദി അറേബ്യയിൽ ഒരു ജയിലിൽ കുടുങ്ങി, നിരപരാധിയായിട്ട് കുടുങ്ങിയതാ മോനെ. ഒരു തെറ്റും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല. അങ്ങനെ ഞാൻ നിരപരാധിയായി ജയിലിൽ കുടുങ്ങിയപ്പോൾ ഞാൻ കുറച്ചെല്ലാണെന്ന് വിഷമിച്ച് 1-2 ദിവസം ഇങ്ങനെ വിഷമിച്ച് ഞാൻ 2ാം ദിവസവും ഞാനിങ്ങനെ ചിന്തിച്ച്, ഞാൻ എന്തിനാ ഈ ഷെയ്ഖിൻ്റെ അടുത്തിങ്ങനെ പോയാൽ? എൻ്റെ ഒരു ഷെയ്ഖാണല്ലത്, എപ്പോഴും മൂപ്പരായിട്ട് CM വലിയുള്ളതായിട്ട് ബന്ധപ്പെടുന്ന ആളാണ്. അയാൾ ചിന്തിച്ചു പോലെ എനിക്ക് ഈ മൂപ്പരൊന്ന് വിളിച്ച് പറയാലോ, എന്തെങ്കിലും ഒരു ഉറവിടി, ഇതൊക്കെ കാണില്ല മൂപ്പര്. അങ്ങനെ ഒരൊറ്റ വിളി ഷെയ്ഖൻ. അയാൾ ഷെയ്ഖിന്റെ വള്ളിന്റെ പടിഞ്ഞാറ് തെരുവ് നിന്നോട് പറയില്ല, മോനെ ഞാൻ ഈ വിളിയാട് വിളിച്ചതിന് ശേഷം നേരെ ജയിലിലേക്ക് കയറി ഇങ്ങോട്ട് വന്ന് എൻ്റെ കൈ ഇങ്ങോട്ട് പിടിച്ച് കൊണ്ടുപോയിട്ട് ഓഫീസിൽ കൊണ്ടുപോയിട്ട് കുറെ നേരം അറബിയിൽ ബഹുമാനപ്പെട്ട മടവൂർ സംസാരിച്ച് ഇയാൾ കുറ്റവിമുക്തനാണ് എന്ന് ബോധ്യപ്പെടുത്തി അതിന്റെ കടലാസോടുകൂടി എന്നെ കൊണ്ടുവന്നിട്ട് എന്റെ റൂമിലാക്കി. പിന്നെ ഞാൻ മൂപ്പരെ കാണില്ല. പിന്നെ ഇവിടുന്ന് എങ്ങനെയാ മോനെ പോരാ? കണ്ടോ, കേട്ടില്ലേ? ഇതൊക്കെ ഇപ്പൊ വെറുതെ പറയാന്ന് വിചാരിക്കും. ഈ സംവിധാനം കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ? CM മടവൂരിനെ സൗദിയിൽ നിന്ന് വിളിക്കുന്നു, നേരിട്ട് ജയിലിൽക്കാൻ കയറി ചെല്ലുന്നു, കൈപിടിച്ച് കൊണ്ടുപോയി ജയിലധികാരികളുമായി അറബിയിൽ ധാരാളം സംസാരിച്ച് ജയിലിൽ നിന്നാണ് മോചിപ്പിക്കുകയാണ്. എവിടെയാണ് ഈ സമുദായം? ആരാണ് ഈ പ്രസംഗിച്ച മുസ്ലിയാർ? ഇയാള് ആരാണ്? AP വിഭാഗത്തിന്റെ ആളല്ലേ? അല്ലേ? ഇത് നിഷേധിക്കാൻ കഴിയുമോ? എന്നാൽ സഹോദരന്മാരെ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതും പറയും, ഇതിലപ്പുറം ഇവർക്കൊരു വിഷയമല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല. ഇവര് പറയും ആര് എവിടെയും വരാം, അങ്ങനെയൊന്നൊരു പ്രശ്നമല്ല, ആർക്കും എവിടെയും എത്താം. നീ സ്വന്തം പോകാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ ജിന്നിനെ പറഞ്ഞേക്കാം. അതൊന്നും ആരും കണ്ടിട്ട് അതൊന്നൊരു വിഷയമാക്കേണ്ടതില്ല, പ്രശ്നമാക്കേണ്ടതില്ല എന്നാണ്. എത്രത്തോളം ഇവിടെ പ്രസംഗിക്കുന്ന പേരോട് മുസ്ലിയാർ വരെ പറയുന്നത് സിറാജുൽ ഹുദയിൽ ജിന്നുകൾ പങ്കെടുക്കാറുണ്ട്. പല ക്ലാസ്സിനെ ജിന്നുകൾ പങ്കെടുക്കും. ജിന്നുകൾ പങ്കെടുക്കുമ്പോ പല കാര്യങ്ങളും അവിടെ നടക്കാറുണ്ട്. അങ്ങനെ പല രൂപത്തിലുള്ള സംഗതികൾ സിറാജുൽ ഹുദയിൽ ഉണ്ട്. റാത്തീബ് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു മുസ്ലിയാർ കുട്ടി ബോധം കെട്ട് പിറഞ്ഞു വീഴുന്നുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ എന്താണ് സിറാജുൽ ഹുദയിൽ ആദ്യമുണ്ടായത് എന്ന് ആദ്യം പറയുന്ന ഭാഗത്തിന് നിങ്ങൾ കേൾക്കുക. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു വിഷയമല്ല. അപ്പോഴും ഏത് രൂപത്തിലും എവിടെയുമൊക്കെ ഇവർക്ക് ഹാജരാകാം. ആരും തെറ്റിദ്ധരിക്കാനൊന്നും പാടില്ല. അതിനൊക്കെ അവർക്ക് അവരുടേതായ വകുപ്പുകളുണ്ട്. അത് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കേട്ടോളൂ, പേരോട് മുസ്ലിയാർ തന്നെ സിറാജുൽ ഹുദയിൽ ജിന്ന് വരുന്നതിനെ സംബന്ധിച്ചും മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചും അയാൾക്ക് ജിന്നിനോടുള്ള ബന്ധത്തെ പറ്റിയും ഒക്കെ നിങ്ങളൊന്ന് ആദ്യം കേൾക്കുക. സംശയമില്ല, ഇൽമിന്റെ സദസ്സിൽ ജിന്നുകൾ ഉണ്ടാകും.
എന്നോട് നേരിൽ തന്നെ ജിന്നുകളുണ്ട്, നിങ്ങളെ അതിന്റെ സസിൽ ധാരാളം ഞങ്ങൾ പങ്കെടുക്കാറുണ്ടെന്ന് പറഞ്ഞ ജിന്നുകളുണ്ട്. ഒരിക്കലും ഞാൻ റിഫായി റാത്തീബ് ചൊല്ലേണ്ടി വന്നു. റിഫായി റാത്തീബ് ചൊല്ലിച്ചു കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ നിന്ന്. വടകരക്കാരനൊരു മുത്തഅല്ലിം ഉണ്ടായിരുന്നു. ആ മുത്തഅല്ലിം ഇങ്ങനെ ദിക്റ് ചൊല്ലുന്ന സമയത്ത് പെട്ടെന്ന് വീണിങ്ങനെ ഉരുണ്ടു. അങ്ങനെ രാവിലെ ഞാൻ ഈ മുത്തഅല്ലിമിനെ വിളിപ്പിച്ചു. എന്താണടാ? എന്നോട് പറഞ്ഞു, ഉസ്താദേ ദിക്റ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ കുറെ വെള്ളത്തിലേക്കും മുട്ടും കെട്ടിയിട്ട് കുറെ ആളുകൾ വന്ന് പേരോട് ഉസ്താദ് ഇപ്പം വരും ദിക്റ് ചെല്ലടാന്ന് പറഞ്ഞു. ഞാൻ ബോധം കെട്ട് വീടുപോയി. പിന്നെ ഞാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് വിവരിച്ചു. ഞാനത് എന്നോട് ദിക്റ് ചൊല്ലാൻ വേണ്ടി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ ജിന്നുകൾ മുഖേന തന്നെ എനിക്ക് അറിവ് കിട്ടി. അന്നത്തെ ആ ദിക്റിൽ ധാരാളം മുസ്ലിം ജിന്നുകൾ, സുന്നിയായ ജിന്നുകൾ പങ്കെടുത്തിരുന്നു. അതിലൊരു ജിന്ന് ഈ ചെറുപ്പക്കാരനെ ഒന്ന് തൊട്ടുപോയതാണ് എന്ന് പിന്നീട് എനിക്കറിയാൻ സാധിച്ചു. ഞാനിപ്പോൾ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. മൂപ്പരെ വഅളിന്റെ മജ്‌ലിസിൽ ഒരുപാട് ജിന്നുകൾ, അതും സുന്നികൾ. ഏതാ ഗ്രൂപ്പ് എന്നും കൂടി പറയായിരുന്നു. AP ഗ്രൂപ്പിന്റെ അല്ലേ ഇപ്പൊ അവിടെ സിറാജുൽ ഹുദയിൽ കയറി വരുള്ളൂ അല്ലേ? അങ്ങനെ സംസാരിച്ചിരുന്നു. അങ്ങനെ കാര്യങ്ങളുണ്ട്. മൂപ്പർക്ക് ഭയങ്കര ബന്ധാവരോട് ഇടക്കിടക്ക് ഇങ്ങനെ സംസാരിക്കുമല്ലോ. ഇങ്ങളെ വയൽ വെക്കാനൊക്കെ ഞങ്ങൾ ഉണ്ടായാലുണ്ട് അല്ലേ? അപ്പൊ ഈ തക്ബീർ ചെല്ലണതൊക്കെ ഈ കോലങ്ങളാ. നിങ്ങളെ ഈ മജ്‌ലിസിലൂടെ ഇടക്കിങ്ങനെ ഈ തക്ബീർ ആവേശത്തിൽ വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ കൈവക്കിയിട്ട് പറയുന്നു. ഇതൊക്കെ ആരാണിത്? അപ്പോ ഈ നിലക്കാണ് ഇയാളുടെ ഒരു പ്രചരണം. പലപ്പോഴും ഇങ്ങനെ എന്റെ അടുക്കൽ വരും. ഞാൻ വലിയ മഹാനാണ്, ആ നിലക്ക് എനിക്ക് അവരോടൊക്കെ വലിയ ബന്ധാണ്. ഞാൻ ബന്ധപ്പെട്ടപ്പോ എനിക്ക് കിട്ടിയ പേരാ. ഞങ്ങൾ അവിടെ വന്നപ്പോ നിങ്ങളൊരു കുട്ടി ഞങ്ങൾ പെട്ടെന്ന് ഒന്ന് തൊട്ടുവിട്ടേ ഉള്ളൂ, ഒന്ന് തലോടിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് ഇവര് തൊട്ടപ്പോഴേക്ക് ഈ കുട്ടി അങ്ങ് ചാടിപ്പോയില്ല, അങ്ങ് വീണുപോയില്ലേ, ഒന്നൊരു വിഷയാക്കാനില്ല എന്ന മട്ടിൽ മൂപ്പര് പറയുന്നു. മാത്രല്ല അതൊന്നും അല്ല സംഗതി. ഇനി എവിടെ നിങ്ങൾ ഇവരെ ആരെയും കണ്ടാലും തെറ്റിദ്ധരിക്കാനും പാടില്ലാന്നാണ്. ഇവരെ ആരെയും നിങ്ങൾ എവിടെ കണ്ടാലും പ്രശ്നമാക്കരുത്. പേരോടിനെ കണ്ടേക്കും, തൈക്കണ്ടി ഉസ്താദിനെ കണ്ടേക്കും, അങ്ങനെ പലരെയും കണ്ടേക്കും. മുതഅല്ലിമീങ്ങളെയും ചിലപ്പോ അടുത്ത വീട്ടിലൊക്കെ കാണുമ്പോ പെണ്ണുങ്ങമാര് സഹോദരികളൊന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല, അതൊക്കെ ജിന്നുകളായിരിക്കട്ടോ എന്നൊക്കെയുള്ള മട്ടിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് അധികമാകണ്ട, നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ അതൊന്ന് ജനങ്ങളൊന്ന് കേൾക്കട്ടെ. ഏതൊക്കെ നിലക്ക് എങ്ങനെയൊക്കെ വരും, എന്തൊക്കെ പ്രശ്നങ്ങളാണ്, അതുകൂടി സഹോദരങ്ങളെ നിങ്ങൾ കേൾപ്പിച്ച് ബാക്കി ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് ബാക്കി ഞാൻ വിശദീകരിക്കാം. ബാക്കി കൂടി മൂപ്പർ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ജനങ്ങളെ, ജിന്നുകൾ പല കോലത്തിലും വരും. ആ ജിന്നിന്റെ വരവ് കണ്ട് നിങ്ങൾ പെട്ടുപോകണ്ട. ചിലപ്പോ പേരോടിന്റെ കോലത്തിൽ വരും, ചിലപ്പോ തൈക്കണ്ടി ഉസ്താദിന്റെ കോലത്തിൽ വരും. ജിന്ന് പല രൂപത്തിലും വരും. ആ ജിന്ന് വരുന്ന കോലം കണ്ടിട്ട് പണ്ഡിതന്മാരും മുതഅല്ലിമീങ്ങളും നമ്മളെ പെണ്ണുങ്ങളെടുത്ത് വരുന്നുണ്ട് തെറ്റിദ്ധരിച്ചു പോകേണ്ടത് ഈ ജിന്നാണ്. പണ്ഡിതന്മാരും മുതഅല്ലിമീങ്ങളും നമ്മളെ പെണ്ണുങ്ങളെടുത്ത് വരുന്നുണ്ട് തെറ്റിദ്ധരിച്ചു പോകേണ്ടത് ഈ ജിന്നാണ്, ഈ ജിന്നാണ്, ഈ ജിന്നാണ്. ഇനി ഞാനൊന്നും പറയണില്ല. ഇനി പോയിനുള്ള സാമ്പിള് മൂപ്പര് പണ്ട് പറഞ്ഞൊരു ചെറുതായിട്ടൊന്ന് ഓർമ്മപ്പെടുത്താ. ചെക്കിയാട് പോയ കഥ ഓർമ്മ പുതുക്കാനാ, ചെറുതായിട്ടൊന്ന്. നിങ്ങൾക്കറിയില്ലേ ഇവിടെ ചെക്കിയാട്ടറിയില്ലേ സദസ്സിന് ഇല്ലേ? പാറക്കടവ് ചെക്കിയാട് കള്ളത്തരീക്കത്തിൽ പോയി ഒരു പെണ്ണ് ഭർത്താവ്. എന്നിട്ടോ ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു. എന്താ ആ സ്ത്രീ പറഞ്ഞത്? ആ സ്ത്രീ പറഞ്ഞത് പേരോട് ഉസ്താദ് ഇടക്കിടക്ക് എന്റെ അടുത്ത് പേരല്ലുണ്ട്. പിന്നെ ആരാ വരുന്നത്? പിന്നെ തൈക്കണ്ടി ഉസ്താദ് വരുന്നത്. അവളെ ഭർത്താവും പറഞ്ഞത് തന്നെ. അവരെന്നോട് ചോദിച്ചു. ഞാൻ പോയിട്ടില്ല. പിന്നെ ബീവിയായിട്ട് രംഗത്ത് വന്നതാ. പിന്നെ തൈക്കണ്ടി ഉസ്താദും പോയിട്ടില്ല. അതേ സമയത്ത് പോയവർ കാണുന്നു അവര് വടകരണ്ടൊരു തെരീക്കത്ത്, കള്ളത്തെരീക്കത്തി ഒരു തങ്ങളെ അക്കള്ളത്തെരീക്കത്തിൽ പോയി കുടുങ്ങിയതാ. ഞാൻ അവിടെ പോയി വിശദീകരിച്ചു. സൂറത്തുൽ ജിന്ന് ഓതിയിട്ട് ജിന്നിന്റെ പ്രശ്നങ്ങൾ മുഴുവനും വിളിച്ച് വിശദീകരിച്ചു ഓതി ഞാൻ പ്രസംഗിച്ചു. ഭാര്യയും ഭർത്താവും വീട്ടിലിരുന്ന് കേട്ടു, പ്രസംഗം കേട്ടു. മുഴുവൻ കേട്ടപ്പോ ഞാൻ പറഞ്ഞു ജിന്ന് അങ്ങനെ ഒക്കെ കളിക്കൂ. പേരോടിന്റെ കോലത്തിലും വരും, അതുപോലെ തന്നെ ചിലപ്പോ തൈക്കണ്ടി ഉസ്താദിന്റെ കോലത്തിലും വരും. അതിന് ഞാൻ തെളിവുകളും ഉദ്ധരിച്ചു. ഇബ്നു അബ്ബാസിന്റെ കോലത്തിൽ വന്നൊക്കെ തെളിവ് ഉദ്ധരിച്ചു. നേരം വെളുത്തപ്പോ ആ വീട്ടുകാര് പാനൂര് പോയി തങ്ങളിൽ തൗബ ചെയ്ത് തരീക്കത്ത് ഒഴിവാക്കി എന്നെ ടെലിഫോൺ ചെയ്ത് ചെക്കിയാട് മുണ്ടോളിപ്പള്ളിന്റെ കമ്മിറ്റിക്കാരും അദ്ദേഹവും കുറ്റ്യാടി വന്ന് അദ്ദേഹത്തിന് ശൈഖ് കൊടുത്ത പുസ്തകം എനിക്ക് തന്ന് ഞാൻ ഇനി പരിപാടിക്കില്ല എന്ന് പറഞ്ഞ് കള്ളത്തരീക്കത്ത് രാജിവെച്ച് ഇത് ചെക്കിയാട് നടന്നതാ. അപ്പോ മനുഷ്യരൂപത്തിൽ ജിന്ന് പ്രത്യക്ഷപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ കള്ളത്തരീക്കത്താരോട് ശൈഖ് വലിയ കലാമത്താന്ന് വിചാരിച്ച് നടക്കണ്ട, ജിന്ന് വെച്ചിക്കേട്. എന്റെ വക യാതൊരു വിശദീകരണവും നടത്തുന്നില്ല.
ഇത് ഞാൻ കേൾപ്പിക്കാൻ ഉദ്ദേശിച്ചതല്ല ഈ ജിന്നിന്റെ കാര്യം. പലതവണ പേരോട് ഇങ്ങനെ പറയുന്നു, ഹുസൈൻ സലഫി എത്ര വലവ് വന്നു, എന്താ ജിന്നിനെ പറ്റി മിണ്ടാത്തത്, ഒന്നാണ് മിണ്ടിക്കളയാം. അതാണിപ്പോ